ഡോമിനർ കാണുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി കാണുമ്പോൾ ഇല്ല, പക്ഷേ ഓടിക്കുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ടയർ സൈസ് കുറച്ചുകൂടെ ഒന്ന് അപ്സൈസ് ചെയ്യായിരുന്നു. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിന് ഒരു പുതിയ ഡിസൈൻ കൊടുക്കായിരുന്നു. എൻ്റെ പൊന്നെ, ക്ലച്ച് ഫീല്, ഗിയർ ഡൗൺ എന്തൊരു സുഖമെന്ന് അറിയാമോ. ഒരു ഗിയർ വെറുതെ പഴം, നമ്മൾ പഴം കണ്ടിക്കുന്ന പോലെ ഇരിക്കും. ആ റൈഡ് ബൈ വയറിന്റെ റെസ്പോൺസ് ഒരു രക്ഷയില്ല കേട്ടോ. ചുമ്മാ വണ്ടി ആക്സിലറേറ്റർ കൊടുത്താൽ മതി, വെറുതെ കയറി പോവാ വണ്ടി. NS-ന്റെ ആ ഒരു വെയിറ്റ് പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറിൽ ഡോമിനറിന്റെ അത്രയും റെസ്പോൺസീവ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു 40 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ കയറിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. വണ്ടി വെറുതെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകും, വെറുതെ. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത്. ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് വണ്ടി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഷോറൂമിൽ പോയി വണ്ടി ജസ്റ്റ് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്ക്. ഒരു ഒഴുക്കൻ മട്ട് എഞ്ചിൻ, എന്നാൽ പവറും ഉണ്ട്. വെൽക്കം ബാക്ക്. ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ NS400Z ആണ് നമ്മളിപ്പോൾ ടെസ്റ്റ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂയും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കൊല്ലം ഷോറൂമിലായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വണ്ടി ടെസ്റ്റ് റൈഡ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ കല്ലിങ്ങൽ ബജാജിലാണ്. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി കുറച്ച് ഒരു 10 കിലോമീറ്റർ കൂടുതലായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആണ് ഞാൻ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ആക്കിയത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ 5 വർഷത്തിൽ കൂടെ 6 വർഷമായി നമ്മുടെ NS-നോട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ NS200ന്റെ ആത്മാവിലോട്ട് നമ്മുടെ ഡോമിനർ 400 എഞ്ചിൻ വന്നപ്പോഴത്തേക്കുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആണ്. സർപ്രൈസിങ് ഭയങ്കര ഒരു അമേസിങ് ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എല്ലാത്തിലേക്കും ഡീറ്റെയിൽ ആയിട്ട് വരാൻ. ഫസ്റ്റ് ഓഫ് ഓൾ കോമൺ ആയിട്ട് കുറച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒരു 400cc ബൈക്കിൻ്റെ ഒരു ലുക്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്രയ്ക്കൊരു ലുക്സോ കാര്യങ്ങളോ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കി ഇങ്ങനെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയത് നമ്മുടെ NS-നോട് നോക്കുന്ന ആ ഒരു സെയിം ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ആ ഒരു എഞ്ചിൻ സ്റ്റൈലിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഡോമിനറിൽ വന്ന സെയിം ഒരു എഞ്ചിനൊരു മാറ്റം ഉണ്ടല്ലോ, നമ്മൾ കണ്ട എഞ്ചിൻ അല്ലല്ലോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരുവിധം എല്ലാവരും വണ്ടിയിലൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിയുടെ ഫുള്ള് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. റൈഡ് ബൈ വയറാണ് വരുന്നത്. അപ്പോൾ അതിലേക്കും വരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടിയുടെ ഒരു കംഫർട്ടിനെ പറ്റി സംസാരിക്കാം. നമ്മൾ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഇതുവരെ ഒരു സീരീസിൽ കാണാത്തൊരു ടൈപ്പ് ഹാൻഡിൽ ബാർസും കാര്യങ്ങളാണ് വരുന്നത്. കാരണം ഇത് ഭയങ്കര തിക്കറായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വരുന്നത്. നല്ല തിക്നെസ് ആയിട്ടുള്ള, അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ടെക്സ്ചർ ഫീലുള്ള ഹാൻഡിൽ ബാർ. അതിൻ്റെ ഒരു റൈഡിങ് ഫീൽ എന്നൊക്കെ പറയുന്നത് കുറച്ചൊന്ന് ഈ ഒരു സൈഡിലോട്ട് ബാക്ക്വേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒന്ന് ബെൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ട്രാക്ക് പർപ്പസിന് കുറച്ചുകൂടെയൊക്കെ നമുക്ക് ടക്കിൻ ചെയ്തിരുന്ന് ഓടിക്കാനൊക്കെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്ന രീതിക്കാണ് ഈ ഒരു ഹാൻഡിൽ ബാറായിട്ട് വരുന്നത് കേട്ടോ. ഡോമിനർ 400 കണ്ട ഹാൻഡിൽ ബാർ ആണെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷേ അതല്ല. പിന്നെ എനിക്ക് ഹാൻഡിൽ ബാറിൻ്റെ പോർഷനിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇടത് ഭാഗത്തായിട്ട്. എനിക്ക് തോന്നുന്നത് അതൊരു ഡോമിനറിൻ്റെ സെയിം എഞ്ചിൻ ആവണ്ടായിരിക്കാം. ഡോമിനർ 400 നമുക്കൊരു 3500 ആ ഒരു 3500 ഒരു 3500 ആ ഒരു RPM ആകുമ്പോഴത്തേക്ക് എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു വൃത്തിയായിട്ട വൈബ്രേഷൻ കയറി വരാറുണ്ട്. ആ ഒരു സെയിം വൈബ്രേഷൻ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും എവിടെ നിന്നാണ് വൈബ്രേഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് വൈബ്രേഷൻ തോന്നുന്നുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ ഈ ഒരു സൈഡിൽ വൈബ്രേഷൻ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സെയിം ക്യാരക്ടർ, ആ ഒരു സെയിം എഞ്ചിൻ ആയതുകൊണ്ടായിരിക്കും ആ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ വണ്ടി കാണിക്കുന്നുണ്ട്. മിറേഴ്സൊക്കെ ഡോമിനർ 400 കണ്ട സെയിം മിറേഴ്സ് തന്നെയാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സാണ്. നല്ലോണം റിയർ വ്യൂ ഒക്കെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. കയറി ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ലെറ്റേഴ്സ് ആയാലും മൈന്യൂട്ടായിട്ടുള്ള ലെറ്റേഴ്സ് ആയാലും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് തോന്നുന്നൊരു ഫീൽ എന്ന് പറയുന്നത് നമ്മുടെ NS-നോട്, ഞാൻ ഒരു NS-നോട് യൂസറാണ്. നേരത്തെ പറഞ്ഞ പോലെ 6 വർഷത്തിൽ കൂടുതലായിട്ട് NS-നോട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കയറിയിരിക്കുന്ന സമയത്ത് ഈ ടാങ്കിൻ്റെ ഒരു പൊസിഷൻ ആയാലും നമ്മൾ ഈ ടാങ്കിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, സെയിം നമ്മൾ NS-നോടിൽ കണ്ട ആ ഒരു സെയിം പൊസിഷനൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിന് സീറ്റ് ഹൈറ്റ് കുറച്ചുകൂടെ കൂടുതലാണ്. NS-ന് 805 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് 807 mm വരുന്നുണ്ട്. ഡോമിനറിൽ പോലെ 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ ഇരുന്ന് പോകുന്ന സമയത്ത്. ഇപ്പോൾ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ ഹൈറ്റ് കൂടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഈ നടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. കാരണം ഇങ്ങനെ കൂനിപ്പടച്ചിരിക്കേണ്ട, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ലോങ് ഒക്കെ പോകുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്ന. എന്താ പറയുക, റൈഡ് ഫീൽ എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്നറിയില്ല, കുറച്ച് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഹാൻഡിൽ ബാറിൻ്റെ ഈ സൈഡിലായിട്ട്.
ഡോമിനറിലെ സെയിം 400cc എഞ്ചിനാണ് വരുന്നത്. 25 ന്യൂട്ടൺ മീറ്ററാണ് ടോർക്ക് വരുന്നത്. 40 bhp വണ്ടിയുടെ മാക്സിമം പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു NSന്റെ ശരീരത്തിൽ ഡോമിനന്റ് ആത്മാവ് വന്നപ്പോഴത്തേക്കും, ഡോമിനന്റ് ഹൃദയം വന്നപ്പോഴത്തേക്കും വണ്ടി കുറച്ചുകൂടെയൊക്കെ ലൈറ്ററാണ്. കാരണം ട്രാഫിക്കിലൊക്കെ വണ്ടി ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് സ്ട്രീറ്റ് ഫൈറ്ററാണ്, ഡോമിനർ പോലെയല്ല. ഡോമിനർ കുറച്ച് അത്യാവശ്യം ഹെവിയാണ്, വെയിറ്റ് കൂടുതലാണ്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് തന്നെയാണ്. 174 കിലോ മാത്രമേ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ആ ഒരു സെയിം എഞ്ചിനിൽ അത്രയും ലൈറ്റർ ആയിട്ടുള്ള ഒരു ബോഡിയും അല്ലെങ്കിൽ ചേസും ആ ഒരു NS കണ്ട സെയിം ഷാസിയും ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, വണ്ടി റൈഡ് ബൈ വയറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വണ്ടി ഒരു സഡൻ ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ, ഒരു ക്വിക്ക് ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ വണ്ടി കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഫിസിക്കലി ആക്സിലേറ്റർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിളൊക്കെ വലിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് റൈഡ് ബൈ വയർ വരുന്നുണ്ട്. വണ്ടി ഫുള്ളി ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചാട്ടവും കാര്യങ്ങളൊക്കെ വണ്ടി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഡോമിനോയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് സ്പ്രോക്കറ്റ് ഒരു ടീത്ത് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പെർഫോമൻസും റൈഡ് ബൈ വയർ ആയതിൻ്റെ ഒരു എല്ലാ വണ്ടിയുടെ പെർഫോമൻസിൽ വണ്ടി ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കുള്ള ഒരു ഇത് വണ്ടി കാണിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട കാര്യം വണ്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. NSന്റെ സെയിം സ്ട്രക്ചറിൽ നമുക്ക് ഡോമിനർ 400 എഞ്ചിൻ കിട്ടിയപ്പോഴത്തേക്ക് വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. കാരണം അത്രയും പവർ, അതായത് ഡോമിനറിൻ്റെ വെയിറ്റ് അറിയില്ല, 193 കിലോയാണ് ഡോമിനർ 400 വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് വെറും 174 കിലോ മാത്രമേ വരുന്നുള്ളൂ. 19 കിലോയുള്ള ലൈറ്ററാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ട്രാഫിക്കിലായാലും അല്ലെങ്കിൽ സ്ട്രീറ്റിലൊക്കെ ആയാലും നല്ലപോലെ വണ്ടി ഫ്ലിക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കാണ് ഈ വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. നല്ലപോലെ വണ്ടി പവറിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കോമൺലി വരേണ്ട ഒരു ഡൗട്ടാണ്, ഇപ്പോൾ ഡോമിനർ 400 എടുക്കണോ അതേ NS 400 എടുക്കണമെന്ന്. അപ്പോൾ ഡോമിനർ 400 ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളെ ഈ ഒരു വണ്ടിയിലുണ്ട് കേട്ടോ. കാരണം ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്, പിന്നെ റൈഡ് ബൈ വയറാണ് വരുന്നത്. പിന്നെന്താ പറയുക, നമുക്ക് മീറ്ററിൽ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, SMS അലർട്ട്, ബ്ലൂടൂത്ത്, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാലും ഡോമിനർ 400 അത്ര പ്രൈസ് ഈ വണ്ടിക്ക് വരുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങളൊരു പർപ്പസ് വൈസ് നോക്കിയിട്ട് നിങ്ങളുടെ യൂസ് എന്താണ് നോക്കിയിട്ട് രണ്ട് വണ്ടിയും തമ്മിൽ ചൂസ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് പക്ക ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കാണ്. ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഉള്ള ബൈക്കാണ്. നിങ്ങൾക്ക് സിറ്റിയിലൊക്കെ അത്യാവശ്യം ഡെയിലി യൂസും ചെയ്യാൻ പറ്റും. ലോങ് ടൂറാണ്, നിങ്ങൾക്ക് ടൂറിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡോമിനർ 400 തന്നെ പോവുക. കാരണം ഇതിനൊരു 85+ കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴത്തേക്ക് വിൻഷീൽഡ് ഇല്ലാത്തതുകൊണ്ട്, ഇത് കംപ്ലീറ്റ്ലി ഒരു സ്ട്രീറ്റ് ബൈക്ക് ആയതുകൊണ്ട്, ഇത് കംപ്ലീറ്റ്ലി ഒരു നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് ഒരു 85+ ഒക്കെ കഴിയുന്ന സമയത്ത് വിൻ ബ്ലാസ്റ്റ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോമിനർ 400 ആവുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള ഒരു വിൻസ്ക്രീൻ വരുന്നുണ്ട്, ഹാൻഡ് ഗാർഡ്സ് വരുന്നുണ്ട്. പിന്നെ അതൊരു കംപ്ലീറ്റ്ലി ഒരു ലോങ് ടൂറിങ്ങിന് വേണ്ടി ട്യൂൺ ചെയ്തേക്കുന്ന ഒരു മെഷീനാണ്. സെയിം എഞ്ചിനാണെങ്കിൽ പോലും ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെയൊക്കെ ഒരു പടി മുൻപിലാണ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഗിയർ ബോക്സിൻ്റെ കാര്യമാണ് അടുത്തായിട്ട് പറയാനുള്ളത്. ഭയങ്കര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ്, ഒരു രക്ഷയില്ല. ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ക്ലിക്ക് ഫീലാണ്. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത്. കാരണം ഇത് സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ ബാക്ക് വീല് ലോക്കാവുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര സ്മൂത്തായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കയറാൻ പറ്റുന്നുണ്ട്. ഷിഫ്റ്റിംഗ് ഭയങ്കര സ്മൂത്താണ് കേട്ടോ, നല്ലപോലെ വണ്ടി സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ടയർ സൈസ് ആണ്. ഇപ്പോൾ ഡോമിനറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടയർ സൈസ് ഇപ്പോൾ 150 ആണ് ഡോമിനറിന് വരുന്നത് ബാക്ക് സൈഡ്. ഇതിപ്പോൾ 140 ആണ് സെക്ഷൻ ടയേഴ്സ് വരുന്നത്. MRF സാപ്പേഴ്സ് ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല രീതിക്ക് നമുക്ക് കോർണറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. റോഡുമായിട്ടുള്ള കോൺടാക്ട് ഒക്കെ ഭയങ്കര നൈസാണ്. ബ്രേക്കിംഗ് ആയാലും ഭയങ്കര നൈസ് ആയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടയറോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിട്ട് കോർണറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ജസ്റ്റ് ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത രീതിക്ക് വണ്ടി കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ UST ഫോർക്കാണ്, 43mm UST ഫോർക്കാണ് വരുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടി ട്യൂൺ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ രീതിക്ക് സ്റ്റിഫാണ്, കുറച്ച് ടൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ റൈഡ് ബൈ വയറിന്റെ റെസ്പോൺസ് ഒരു രക്ഷയില്ല കേട്ടോ. ചുമ്മാ വണ്ടി ആക്സിലറേറ്റർ കൊടുത്താൽ മതി, വെറുതെ കയറി പോവാ വണ്ടി. NSന്റെ ആ ഒരു വെയിറ്റ് പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറിൽ ഡോമിനറിന്റെ അത്രയും റെസ്പോൺസീവ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള 40 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ കയറിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. വണ്ടി വെറുതെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകും. വെറുതെ ട്രാഫിക്കിലായാലും ഹൈവേയിലായാലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു ഹാൻഡിൽ ബാർ ഭയങ്കര നൈസ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇങ്ങനെ വെറുതെ വണ്ടിയുടെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അത്രയും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു രക്ഷയില്ല വണ്ടി. റൈഡിങ് ഫീൽ ഭയങ്കര നൈസാണ് കേട്ടോ. ഡോമിനർ ഓടിക്കുന്ന പോലെയല്ല, കാരണം അത്രയും വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ലൈറ്റ് ഫീൽ ആയിട്ട് വണ്ടിയുടെ വണ്ടിക്ക് ഒട്ടും ഹെവിനെസ്സേ ഫീൽ ചെയ്യുന്നില്ല. ഡോമിനർ ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഹെവിനെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. ഒരുപാട് കൈ കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ഇത് ഒരുപാട് കൈ കൊടുത്ത് ഓടിക്കണമെന്നുണ്ട്. പക്ഷേ ടെസ്റ്റഡ് വണ്ടിയാണ്, ഒരുപാട് കൈ കൊടുക്കുന്നില്ല. ബ്രേക്ക് നല്ല ബൈറ്റ് ഉണ്ട് കേട്ടോ. ഗ്രമീക്കയുടെ ബ്രേക്ക് 320mm ആണ് ഫ്രണ്ട് ഡിസ്ക് വരുന്നത്. നല്ല ബൈറ്റുള്ള ബ്രേക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ എൻ്റെ കൂടെ ഇപ്പോൾ പില്ലിൻ ഇരിപ്പുണ്ട്, പുള്ളി ബാക്കിൽ ഇരിക്കുന്നൊരു ഫീൽ പോലും എനിക്കില്ല. അത്രയും പവർഫുള്ളായിട്ട് വണ്ടി കയറുന്നത്, അത്രയും കംഫർട്ടബിളായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. എന്നെ സ്റ്റോണിൽ കണ്ട സെയിം ആ ഒരു സീറ്റാണ് വരുന്നത്, ആ ഒരു സെയിം കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് കുഷൻഡോ ഒരുപാട് സ്മൂത്തോ അല്ലെങ്കിൽ ഒരുപാട് ഹാർഡൊന്നും ആക്കിയിട്ടില്ല. എന്നെ സ്റ്റോണിൽ കണ്ട സെയിം സീറ്റാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് സീറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ സസ്പെൻഷനാണ്, ബാക്ക് സസ്പെൻഷൻ മോണോ ആണ് വരുന്നത്. അതും വലിയ കുഴപ്പമില്ലാത്ത രീതിക്കാണ് അവർ ട്യൂൺ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഗ്യാസ് ചാർജ് മോണോഷോക്ക് തന്നെയാണ് വരുന്നത്. അതും ഒരുപാട് സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നില്ല, അത്യാവശ്യം സ്റ്റിഫായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഓവറോൾ വണ്ടിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര ഫണ്ണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല വണ്ടി. നമ്മൾ ത്രോട്ടിൽ കൊടുത്തു പോകും, ത്രോട്ടിൽ കൊടുക്കാതെ ഓടിക്കാനും ഞാൻ വെച്ച് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി നീങ്ങുള്ള അതല്ല ഉദ്ദേശിച്ചത്. വണ്ടി നമ്മൾ കുറച്ചുകൂടെ ഒരു 5K RPM ഒക്കെ കഴിയുമ്പോഴാണ് ഭയങ്കര രസമാണ് വണ്ടി, കുറച്ചുകൂടെ സ്മൂത്താവും വണ്ടി. ബെറ്റർ റിഫൈൻഡ് ആണ്, കാരണം നല്ല റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര റിഫൈൻമെൻ്റ് ഉണ്ട് എഞ്ചിൻ സൈഡിൽ നിന്ന്. 400cc എഞ്ചിൻ ആണെങ്കിലും അത്രയും ഹൈ റെവിങ് ആവുന്ന എഞ്ചിൻ ആണെങ്കിൽ പോലും നല്ല റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബജാജിന് അങ്ങനെയാണ് ട്യൂൺ ചെയ്തേക്കെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ മൈലേജ് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. നന്നായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. കാരണം ഞാൻ ഒരു NS-നൂടെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ NS-ൽ തന്നെ ഒരു NS-ൻ്റെ ഒരു 400cc ബൈക്ക് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശരിക്കും കുറച്ചുകൂടെ ഒരു പുതിയ ഡിസൈനും വേറൊരു കുറച്ചുകൂടെ ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എനിക്കും പ്രതീക്ഷ കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ NS-2 നോക്കുന്ന പോലെ ഹെഡ്ലൈറ്റ് നോക്കാതെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് NS-2 നോക്കുന്ന പോലെ തന്നെയാണ്. ഈ ടാങ്കിൻ്റെ സൈഡിൽ ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. പിന്നെ ബാക്ക് നമ്മളെ ടെയിൽ സെക്ഷനിൽ കുറച്ച് ചെറിയൊരു വിൻഡ് ചെറിയ ഗ്രില്ല് പോലത്തെ എന്തോ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ടെയിൽ ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും നമ്മൾ നമ്പർ പ്ലേറ്റ് ഹോൾഡർ ആയാലും ബാക്കിയെല്ലാം നമ്മുടെ NS-നുള്ള തന്നെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു പുതിയ ഡിസൈൻ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ അത്രയും ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഡിസൈൻ അല്ല. എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. കുറച്ചുകൂടെ നല്ല ഡിസൈൻ അവർക്ക് കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. പക്ഷേ വാല്യൂ ഫോർ മണിയാണ്, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് കംപ്ലീറ്റ്ലി വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. കാരണം പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടി ഒട്ടും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. കൊടുക്കുന്ന പ്രൈസിനുള്ള പവർ ആൻഡ് പെർഫോമൻസ് ഫീച്ചേഴ്സ് വൈസ് ആയാലും വണ്ടിയിലുണ്ട് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്ക് ഈ വണ്ടിയെ കുറ്റം പറയേണ്ട അർഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കുറ്റം പറയാനുള്ള ഒരു അർഹതയേ ഇല്ല കേട്ടോ. ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം 400cc എഞ്ചിനാണ്, 40 bhp പവർ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, നമുക്ക് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, USB ചാർജിങ് പോർട്ട്, ലൈറ്റ്സ് എല്ലാം LED സെറ്റപ്പാണ്, അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ, ട്രാക്ഷൻ കൺട്രോൾ, 140 സെക്ഷൻ ടയർ, അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരിക്കലും ഈ വണ്ടി കുറ്റം പറയാൻ പറ്റത്തില്ല. വാല്യൂ ഫോർ മണിയാണെന്ന് ചോദിച്ചാൽ പക്ക കംപ്ലീറ്റ്ലി 100% വാല്യൂ ഫോർ മണിയാണ് എന്ന് തന്നെ ഞാൻ പറയും. ലുക്ക് വൈസ് ഹെഡ്ലൈറ്റ് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ വേറൊരു ഡിസൈൻ ഒരു ഡോമിനറിലൊക്കെ കണ്ടപ്പോഴത്തെ അങ്ങനത്തെ ഒരു LED സെറ്റപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഭയങ്കര നൈസായിരുന്നു കേട്ടോ. കൈസപ്പോൾ ഈ വണ്ടി ഓടിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ത്രോട്ടൽ റെസ്പോൺസ് ആണ്. റൈഡ് ബൈ വയർ വരുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു ചാട്ടം എന്ന് പറയുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എൻ്റെ പുറകിലൊരു എക്സിക്യൂട്ടീവ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് കൂടെ ഞാൻ അധികം കൈ കൊടുത്തൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ത്രോട്ടൽ റെസ്പോൺസ്, ഹാൻഡ്ലിങ് അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര കംഫർട്ട്. ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് വെറുതെ നമ്മളിൽ ആനപ്പുറത്തൊക്കെ ഇരുന്ന് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നല്ലൊരു ഭയങ്കര ഒരു ഹൈറ്റിൻ്റെ പുറത്തിരുന്ന് വെറുതെ ഇങ്ങനെ അങ്ങ് പോകുന്ന പോലെ. ഡോമിനറിൽ കണ്ട അതിനെക്കാട്ടി ഈ വണ്ടി അവർ ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത്. വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് വണ്ടി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഷോറൂമിൽ പോയി വണ്ടി ജസ്റ്റ് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്ക്. ഒരു ഒഴുക്കൻ മട്ട് എഞ്ചിൻ, എന്നാൽ പവറും ഉണ്ട്. ചിലപ്പോൾ ജനറലി നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വണ്ടി സ്മൂത്ത് ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പവറോ പെർഫോമൻസോ കാണിക്കാതെ അല്ലെങ്കിൽ പവർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ BS6 കൂടെ ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പവർ ലോസും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും വരുന്ന ഒരു കാലമാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് BS6 സ്റ്റേജ് 2 ആ ഒരു എമിഷനിലാണ് ഉള്ളത്. BS6 ആണ്, 2.0 ആണ് ഈ വണ്ടി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും ഉണ്ട്, ഈ വണ്ടിയുടെ പവറും. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞാൻ 4500 4000 RPM കഴിയുമ്പോഴത്തേക്കുള്ള വണ്ടിയുടെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇതാണ് സൗണ്ട്. സ്ലിപ്പർ ക്ലച്ചിന്റെ ഫീൽ ഉണ്ടല്ലോ, ടയർ ലോക്ക് ആവുന്നില്ല. സ്പോട്ടിലിട്ടിരുന്ന വണ്ടി കുറച്ചുകൂടെ പവർ ഫീൽ ചെയ്തതാണ്. ഇനി ഇപ്പം തന്നെ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ റോഡിലാണ് പോകുന്നത്. പിന്നെ റെയിൻ ആൻഡ് ഓഫ് റോഡ്, പിന്നെ സ്പോട്ടാണ് വരുന്നത്. സ്പോട്ടൊന്ന് ഇട്ടിരുന്നെങ്കിൽ വണ്ടി സീനായിരുന്നേനെ. പിന്നെ ആ വണ്ടി വെറുതെ ഒരു റൈഡ് മോഡ് കൊടുത്തേക്കുന്നല്ല. 4 റൈഡിങ് മോഡ്സ് വരുന്നുണ്ടെങ്കിലും വെറുതെ പേരിന് വേണ്ടി കൊടുത്തേക്കുന്ന റൈഡിങ് മോഡ്സ് അല്ല. സ്പോട്ടിലേക്ക് ഇടുമ്പോഴത്തേക്കും വണ്ടി കുറച്ചുകൂടെ റെസ്പോൺസീവ് ആവുന്നുണ്ട്, കുറച്ചുകൂടെ പവർ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിലോട്ട് ആക്കുന്ന സമയത്തായാലും ആ ഒരു പവർ ഡ്രോപ്പ്, ആ ഒരു പവർ കുറയുന്നതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഫീൽ ചെയ്യും കേട്ടോ. പേരിന് വേണ്ടി കൊടുത്ത ഒരു റൈഡിങ് മോഡാണെന്ന് തോന്നുന്നില്ല. അത് നല്ലപോലെ പർപ്പസ് വൈസ് ആയിട്ട് തന്നെ ബജാജിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഭയങ്കര നൈസാണ്. വാല്യൂ ഫോർ മണി. എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കൊടുക്കുന്ന വിലയ്ക്കുള്ള എല്ലാം ഉണ്ട് വണ്ടിക്ക് കേട്ടോ.
വാല്യൂ ഫോർ മണി, പക്ക VFM എന്നൊക്കെ നമ്മൾ പറയില്ലേ, പക്ക വാല്യൂ ഫോർ മണി. ബ്രേക്കിംഗ് ആയാലും ഹാൻഡ്ലിംഗ് ആയാലും ഒരു രക്ഷയില്ല. സസ്പെൻഷൻ ആയാലും സ്റ്റിഫാണ്, പക്ഷേ ഇന്ത്യൻ റോഡ്സിനുള്ള ആ ഒരു രീതിക്കാണ് ട്യൂൺ ചെയ്തേക്കുന്നത്. ഹാൻഡ്ലിംഗ് ഭയങ്കര നൈസ്, എക്സോസ്റ്റ് സൗണ്ട് ഭയങ്കര നൈസ്. എനിക്ക് എന്തായാലും വണ്ടി പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ബിഗ് ബൈക്ക് ആയിരുന്നേ കൊള്ളാറ്. ഇതിപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുന്നത് ഇപ്പോൾ 12 ലിറ്റേഴ്സ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എൻ്റെ NS കയറി ഇരുന്നിട്ട് കാലൊക്കെ വെക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. പിന്നെ കുറച്ചൊരു ഹൈറ്റ് കൂടുതലാണെന്നുള്ള ഇതേ ഉള്ളൂ. ഈ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് എൻ്റെ NS 200 ടാങ്കിൽ നോക്കുന്ന ആ ഒരു സെയിം ടാങ്കിൽ ആ സെയിം ടാങ്ക് തന്നെയാണ്. ഈ ഒരു സൈഡിലാണ് കുറച്ച് എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. 12 ലിറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. ഡോമിനോ 400 13 ലിറ്റേഴ്സാണ് വരുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക ഏത് വാങ്ങണമെന്ന് ചോദിച്ചാൽ. നിങ്ങൾ ടൂറിംഗ് ആണ് നിങ്ങളെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ഗോ ഫോർ ഡോമിനോ 400. അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ടൂർ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ നൈസായിട്ട് ടൂർ ചെയ്യാൻ പറ്റും. പെർഫോമൻസ് ഒരു പൊടിക്ക് കൂടുതലാണ് ഈ വണ്ടി, സെയിം എഞ്ചിനാണെങ്കിൽ പോലും. കാരണം അതുപോലെയാണ് ബജാജിനെ ട്യൂൺ ചെയ്തേക്കുന്നത്. പക്ഷേ ഫുള്ളി അപ്ഡേറ്റ് ആയിട്ടുള്ള ഡോമിനോ 400 വരാൻ പോകുന്നു എന്നാണ് ഒരു വിവരം. വെയിറ്റ് കുറച്ച്, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡോമിനർ വരാൻ പോകുന്നു എന്നാണ് വിശ്വാസം. എന്തായാലും വരട്ടെ. എന്തായാലും രണ്ട് വണ്ടി നമുക്ക് എൻ്റെ പൊന്നെ ക്ലച്ച് ഫീല്, ഗിയർ ഡൗൺ എന്തൊരു സുഖമെന്ന് അറിയാമോ. ഒരു ഗിയർ വെറുതെ നമ്മൾ പഴം കണ്ടിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ പിച്ചാത്തി വെച്ച് പഴം കണ്ടിക്കുമല്ലോ, ആ ഒരു ഫീല് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്തൊരു സ്മൂത്ത് എന്നറിയോ. ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത് ഗിയർ ബോക്സ്. ഒരു ടൈറ്റ് ഫീലോ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. വെറുതെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നു ഗിയർ ബോക്സ്. ഗൈസ്, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ചെറിയൊരു റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം ഞാൻ വണ്ടി ഓടിക്കുന്നതിലായി പോയിട്ടോ ശ്രദ്ധ. ഭയങ്കര രസം വണ്ടി ഓടിക്കാനായിട്ട്. എനിക്ക് സംസാരിക്കണേൽ ശരിക്കും പറഞ്ഞ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഹെൽമെറ്റ് പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു ഹെൽമെറ്റിൽ നമ്മളെ ഗോപ്രോ സെറ്റപ്പ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. വോയിസ് ക്ലിയർ ഉണ്ടോ എന്ന് അറിയാൻ ഇത് അത്ര ഭയങ്കര ഒരു ഫുള്ളി കവേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഹെൽമെറ്റ് ഒന്നും അല്ല. എന്തായാലും ഞാൻ വൈസറൊക്കെ ഇട്ടിട്ടാണ് സംസാരിച്ചത്. വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്നൊന്നും അറിയാൻ വയ്യ കേട്ടോ. ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചെറിയ റിവ്യൂ എന്ന് പറയുന്നത്. വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ബെറ്റർ ആക്കാം എന്ന് തോന്നിയത് വണ്ടിയുടെ ഡിസൈനാണ്. ബാക്കി പെർഫോമൻസ് സൈഡായാലും വണ്ടിയുടെ സ്പെക് വൈസ് ആയാലും ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒന്നും കുറ്റം പറയാനേ പറ്റത്തില്ല. എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ടയർ സൈസ് കുറച്ചുകൂടെ ഒന്ന് അപ്സൈസ് ചെയ്യായിരുന്നു. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിന് ഒരു പുതിയ ഡിസൈൻ കൊടുക്കായിരുന്നു. മൊത്തത്തിൽ ഇപ്പോൾ ടാങ്ക് ആയാലും ടെയിൽ സെക്ഷൻ ആയാലും മൊത്തത്തിൽ ഒരു പുതിയ ഡിസൈൻ കൊടുക്കായിരുന്നു. ഒരു ബിഗ് ബൈക്ക് ഡോമിനർ കാണുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി കാണുമ്പോൾ ഇല്ല, പക്ഷേ ഓടിക്കുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കും അറിയാൻ വയ്യട്ടെ. എന്തൊക്കെയോ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കല്ലിങ്കൽ ബജാജ് ആറ്റിങ്ങിലാണ് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ സ്ക്രീനിൻ്റെ താഴെ ഒരു നമ്പർ കാണിച്ചേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. EMI ബാക്കി ഡീറ്റെയിൽസ്, ഓൺ റോഡ് എക്സ്ഷോർ പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെറിയ റിവ്യൂ ആയിരുന്നു. എത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് അറിഞ്ഞുകൂടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.